എല്ലാവർക്കും ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ നിങ്ങളെ വിട്ടു പോകുമോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമഘട്ടത്തിലൂടെയാകാം ഇപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് താങ്ങാനാവാത്ത വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. നമുക്ക് നോക്കാം കേട്ടോ. പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ. ഡെവിൾസ് ആണ് നമുക്കിവിടെ ആദ്യം വന്ന കാർഡ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ വിഷമം പുറമേ നിന്നുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആ ഒരു വിഷമം വലിയ പേടിയായിട്ടും നിങ്ങളെ ഓവറായി തിങ്ക് ചെയ്ത് ആ ഒരു ഇതിൽ പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഒരാളോട് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഡിപ്പെൻഡൻസി കാണുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ വേദന മാറാതെ നിങ്ങളുടെ പുറകെ ഇങ്ങനെ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു ദുഃഖം നിങ്ങളെ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഇയാളോടുള്ള ഈ ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം എന്നാണ് ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനുള്ളത് കേട്ടോ. പിന്നീട് ക്യൂൻ ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇമോഷണലി അയാളോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ടാണ്. അത് നിങ്ങൾ കട്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇല്യൂഷനൊക്കെ നിങ്ങൾ വിട്ട് കളയണം. എന്താണോ സത്യം അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളൊരു ഹാർഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണെന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത്. എനിക്കിനി ഇത് വേണ്ട എന്ന് നിങ്ങൾ ഉറച്ച ഒരു നിലപാട് എടുക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഹീലിംഗ് സ്റ്റാർട്ടിങ് ആവും. വിഷമങ്ങളൊക്കെ നിങ്ങൾ വിട്ടു പോകുന്നതന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നീട് നമുക്ക് 2 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ മുന്നിൽ ഇവിടെ തുറന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ തീരുമാനം എടുക്കാൻ വൈകിപ്പിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. ഈ ഒരു പെയിൻ പെർമനൻ്റ് അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ചോയ്സാണ് ഇവിടെ പ്രധാനം. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പഴയ ആ ഒരു പാസ്റ്റിൽ ആ പെയിനിൽ തന്നെ നിങ്ങൾ നിൽക്കണോ, അതോ നിങ്ങൾ പുതിയ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണോ? ഏത് ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വിഷമം മാറുന്നതും മാറാതെ നിങ്ങളിൽ തന്നെ നിൽക്കുന്നതും. അപ്പോൾ നിങ്ങളിവിടെ ഒരു ഡിസിഷൻ എടുത്താൽ നിങ്ങളുടെ മാറാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഇപ്പോഴത്തെ ദുഃഖങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.